السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, എല്ലാവരെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നു. ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അതായത് നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് അതിൽ ഓരോരോ ഭാഗങ്ങളും ഇങ്ങനെ സ്പർശിച്ചു വരികയായിരുന്നു. അതിൽ മൂന്നാമത്തതിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തത് ഔറത്ത് മറക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാല് അത് പുരുഷന് ഒരു ഔറത്തുണ്ട്, അടിമ സ്ത്രീകൾക്ക് ഒരു ഔറത്തുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്ര സ്ത്രീകൾക്ക് ഔറത്തുണ്ട്. അതൊക്കെ ഏതാ? അതായത് ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞ വിഷയം ഇപ്പത്തെ പുതിയ ഈ സമയത്തൊക്കെ അത് കുറച്ച് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. കാരണം ഇപ്പൊ ഈ ചൂടൊക്കെ ആയ സ്ഥിതിയിൽ ഓരോ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന കണ്ടാല് നമുക്ക് നിസ്കാരത്തിന് വന്ന് തന്നെ അടികിട്ടുമെന്ന് തോന്നുന്ന രീതിയിലാണ് അങ്ങനത്തെ വസ്ത്രങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നഗ്നത ആയി എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ. അതായത് വളരെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു ചുറ്റുപാട് ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ വീട്ടിലാണെങ്കിൽ ഏകദേശം അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. നിസ്കാരക്കുപ്പാടിനുണ്ട്. പക്ഷെ അവര് സാധാ ഡ്രസ്സൊക്കെ ഇപ്പോൾ ടൈറ്റ് കൊണ്ട് ടൈറ്റ് ആയിരിക്കാണ്. കാരണം അത് ധരിക്കാൻ ചിലപ്പോ ഒരാള് മെനക്കെട്ടാൽ മതിയാവും, ഒരാള് സഹായം മതിയാവും. അഴിക്കണമെങ്കിൽ ചിലപ്പോൾ 2-3 അയൽവാസികളെ കൂട്ടിയിട്ട് അഴിച്ചെടുക്കേണ്ടെന്ന രീതിയിൽ ടൈറ്റ് ഫിറ്റ് ആയിരിക്കുന്ന ഒരു രീതിയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോ റമദാന്റെ കഴിഞ്ഞു, പെരുന്നാൾ വരുന്ന സമയമാകുമ്പോഴത്തേന് എവിടൊക്കെയോ നോക്കിയിട്ട് ടൈറ്റ് ആക്കി അടിച്ചിടാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, ഇല്ലേ? ആലോചിച്ചാൽ നമുക്കൊക്കെ അറിയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും വസ്ത്രധാരണയിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ മറക്കാൻ പറ്റുന്ന തുണി അതെന്തായിരിക്കണം? അത് വളരെ കട്ടി ഉള്ളത് തന്നെ ആയിരിക്കണം. വളരെ കട്ടി കുറഞ്ഞ നൈസായ തുണിയാണെങ്കിൽ നമ്മുടെ ഔറത്തിനുള്ളിൽ കൂടി കാണും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വസ്ത്രം ധരിച്ചു, നമ്മുടെ കാലിന്റെ തൊടഭാഗങ്ങളിൽ നിന്നൊക്കെ വല്ല രോമങ്ങളും ഉള്ളിൽ കൂടി കണ്ടാൽ നിസ്കാരം കഥ കഴിഞ്ഞു, ബാത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ധരിക്കേണ്ടത് നമുക്കറിയാം. ആണിനും അതുപോലെ തന്നെ അടിമ സ്ത്രീ, അടിമക്കും, അതായത് അടിമക്കുട്ടി ഒരു കുട്ടിയാണെങ്കിലും അവർക്ക് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ആണ് അവരുടെ ഔറത്ത്. മുട്ട് പുക്കൾ അതിനിടയിലുള്ള സ്ഥലമാണ്. അത് നിർബന്ധമായതാണ് ഈ പറയുന്നത്. അതിന്റെ അർത്ഥം കുപ്പായം കഴിച്ചിട്ട് നിസ്കരിച്ചോളുന്നല്ല, പെരടിയിലൊന്നും ഇടണ്ട എന്നല്ല. അതൊക്കെ ഏതാണ് വേണം, അതിന്റെ പരിപൂർണതയാണ്. പക്ഷെ ഇത് ധരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വുജൂബ് വീടിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ ഈ മുട്ടുപുക്കളിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ മുട്ടുപുക്കൾ അതിൽ പെട്ടോ പെട്ടിട്ടില്ലയോ? അപ്പൊ അതിന്റെ വ്യക്തത, വുജൂബ്, അതിൽ നിന്നുള്ള ഒരു ജുസ് ഉണ്ടായാലും പെട്ടു എന്ന് പറയാം. പക്ഷെ അതിന്റെ സൂക്ഷ്മതയും പരിപൂർണതയും മുഴുവൻ മറക്കൽ തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ആ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി പുതിയ ഒരു സ്വതന്ത്രയായ നമ്മൾ സാധാരണ പെണ്ണുങ്ങളാണെങ്കിൽ അവര് ഫുള്ള് മറക്കണം, മുൻകൈയും മുഖവും ഒഴിച്ച് എന്ന വിഷയങ്ങളിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ സാരിസുഹ നിസ്കാരത്തിന്റെ ഷർത്ത്, അല്ലെ? അതിൽ നിന്ന് മൂന്നാമത്തെ സത്തുറു റജുലിൻ പുരുഷൻ ധരിക്കലാണ്. പുരുഷൻ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ റജുലു എന്ന് പറഞ്ഞാല് ദക്കർ എന്നുള്ള ഉദ്ദേശത്തിലാണ്, അതായത് പുരുഷൻ തന്നെ റജുല്. വലോ സ്വബിയൻ, അത് കുട്ടിയാണെങ്കിലും ശരി. കുട്ടി എന്ന് പറഞ്ഞാല് തെന്ന് എന്നാണ് തൊഴഫയിലൊക്കെയുള്ള ഇബാറത്ത്. അത് അടിമക്കുട്ടിയാണെങ്കിലും ശരി. വ അമത്തിൻ, സ്വബിയ പറഞ്ഞാല് അടിമക്കുട്ടി, അടിമകൾക്ക് ഉണ്ടാവുന്ന കുട്ടിയുണ്ടല്ലോ, അതാണെങ്കിലും ശരി. കുട്ടിയാണെങ്കിലും ശരി, ഞാൻ കുട്ടി അടിമക്കുള്ളതാണ് ശരി. വ അമത്തിൻ, അടിമപ്പെണ്ണ്. അടിമപ്പെണ്ണ് ഉണ്ടെങ്കിൽ ഇന്നതില്ല, ഇന്നിപ്പോ നിലവിൽ അതൊന്നുമില്ല, ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പല ചർച്ചകളും ഉണ്ട്. അടിമ ഉണ്ടാവുന്നതാണ് ഇസ്ലാമില് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായോ? അങ്ങനെ വ്യവസ്ഥ ഉണ്ടാക്കിയതല്ല. ഇസ്ലാമിനെതിരെയുള്ള ശത്രുക്കൾ വരുമ്പോൾ അവരോട് ധാർമ്മികമായ വിപ്ലവം നെയ്യുകയും സമരപ്രഖ്യാപനം നടത്തുകയും അതിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തവർ എന്നാണ്. അവിടെ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ലേശം കുറവുണ്ടാവുമല്ലോ, നമ്മളോട് ശത്രുതയിൽ വന്നതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടവരാണ് അരിമ എന്ന് പറഞ്ഞത്. പലവും മുക്കാത്തബത്തൻ, അത് മോചനപത്രം എഴുതപ്പെട്ടവരാണെങ്കിലും ശരി, അങ്ങനെ ഉണ്ടാവും. അതായത് ഇത്ര കാശ് എന്നാൽ നിങ്ങളെ മോചിപ്പിക്കാം. മഹാനാ സിദ്ദീഖുൽ അക്ബർ അങ്ങനെ ആയിട്ട് അവരെ, ബിലാൽ എന്നവരെ സിദ്ദീഖുൽ അക്ബർ എന്നവരെ മോചിപ്പിച്ചാണല്ലോ. മോചനപത്രം എഴുതപ്പെട്ട ഇത്ര കാശ് എന്നാൽ നിങ്ങൾക്ക് സ്വതന്ത്രനാവാന്നുണ്ടാവും. അപ്പൊ അതിൽ പകുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എഴുതപ്പെട്ട ആളായി ആയിട്ടില്ല, അവരാണെങ്കിലും അവർക്കും. വ ആമത്തിൻ,
അല്ല ഉമ്മി വലതിൻ, ഉമ്മ വലതാണ്. അതായത് സ്വതന്ത്രൻ കല്യാണം കഴിച്ചു, പക്ഷെ ആ കല്യാണം കഴിച്ചതാരാണ്? അടിമപ്പെട്ടിനാണ്. അതിന് കുട്ടിയുണ്ട്. ആ കുട്ടി ഉണ്ടാവുമ്പോ എന്താ പറയാ? ഉമ്മു വലത് എന്ന് പറയാം. ഉമ്മ വലത്, അതായത് സ്വതന്ത്രൻ അടിമയെ കല്യാണം കഴിച്ച അതിലുണ്ടായ കുട്ടി. പക്ഷെ ആ കുട്ടി ആരാണ്? കുട്ടി സ്വതന്ത്രനാണ്. നമ്മുടെ പിന്നെ സൗദി അറേബ്യയിലെ ഒരു രാജാവ് അങ്ങനെ ആയിരുന്നല്ലോ, അദ്ദേഹം അടിമയായിരുന്നു എന്നതാണല്ലോ ചരിത്രം. അപ്പൊ അദ്ദേഹത്തിന് രാജാധികാരവും കിട്ടി, പക്ഷെ അടിമയിലാണ് വന്നത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഉമ്മ വലതാണെങ്കിലും ശരി. ഇനി മുബഅലത്തായ ഇതുണ്ടാവും, കുറച്ച് പൈസ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മുഴുവനായിട്ടില്ല, അങ്ങനെയുള്ളതാണെങ്കിൽ ശരി. ആ അമത്തിന്റെയും അതുപോലെ തന്നെ സ്വബിയന്റെയും കുട്ടിയുടെയും അടിമക്കുട്ടിയുടെയും പുരുഷന്റെയും ഒക്കെ ഔറത്ത് മറക്കുക എന്നുള്ളത് വുജൂബാണ്. ആ ഔറത്ത് സത്തുർ റജുലിൻ വാമത്തിൻ, ഒരു മറക്കലാണ് നിർബന്ധം. എന്തിനെ മറക്കണം? മാ ബൈന സുറത്തിൻ വ റുക്ബത്തിൻ, മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള സ്ഥലത്തെ മറക്കണം. ഒന്നിനെ മറക്കണം എന്നർത്ഥം വെച്ചു പണ്ടൊരാള്. അപ്പൊ പിന്നെ അയാളെ അർത്ഥം എന്തായി? ഒന്ന് മറച്ചാൽ മതി, ബാക്കി മറക്കണ്ട. അങ്ങനല്ല, ഒരു സ്ഥലം, അത് മാ ബൈന സുറത്ത് റുക്ബത്തിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കലാണ്. ലഹുമ, ആ റജുലിനും അമത്തിനും ഉള്ള സുറത്ത് റുക്ബത്തിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കലാണ്. അപ്പോ ഒരു ചോദ്യം, ഒരു ഇരുളുള്ള റൂമിലാണ്, അവിടെ ആരുമില്ല, അപ്പൊ മറക്കണം. വലോ ഖാലിയൻ ഫി ദുൽമത്തിൻ, ഒരു ഇരുളിൽ അവര് തനിച്ചാണെങ്കിലും ശരി, ഗായത്ത് പറഞ്ഞാണ്, അങ്ങനെ ആണെങ്കിലും ശരി, വുജൂബാണ് മറക്കണം എന്നുള്ളത്. എന്താ കാരണം? ലിൽ ഖബരി സ്വഹീഹി, ഹദീസ് ഉണ്ടല്ലോ, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹായിലിൻ, ഹായിലിന്റെ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, ഹായിലിന്റെ ഉദ്ദേശം ഹായിലാത്തിക്ക് നിസ്കാരമല്ല, ഹറാമാണ്. പക്ഷെ ഹായിൽ എന്ന് പറഞ്ഞാൽ ബാലിഗായ ആള്, ബാലിഗൻ ഇല്ലാ ബി ഖിമാരിൻ, ഖിമാർ കൊണ്ടല്ലാതെ നിസ്കാരം പൂർത്തിയില്ല. അപ്പൊ എന്ന് വെച്ചാല് അവര് എന്ത് വേണം? അവര് മുഴുവനും മറക്കേണ്ടതുണ്ട്. ഹിമാർ നടക്കുമ്പോ മുഖമക്കന എന്ന് പറഞ്ഞില്ലേ, അപ്പൊ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളത് മറക്കണം എന്നതിലേക്കുള്ള സൂചനയാണത്. എന്നാൽ മനസ്സിലാക്കണം, വയജിബു ഇസ്സതുറു ജുസ്ഇ മിൻഹുമ, ഈ റുക്കുബത്ത് സുറത്തിൽ നിന്നുള്ള ജുസ്ഇനെ മറക്കൽ നിർബന്ധമാണ്. ജുസ് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും മറച്ചാല് അത് ഉൾക്കൊണ്ടു, അത് പൂർണ്ണമായി എന്ന് വരികയുള്ളൂ, അതിന് മറക്കണം. ഇനി അതില്ലാതെ ആണെങ്കിലും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അത് വെട്ടിലെങ്കിലും ശരിയാവുമെന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിന്റെ പരിപൂർണത കിട്ടാൻ അതിന് ജുസ് മറക്കണം. പക്ഷെ ജുസിന്റെ അവിടെ നമ്മൾ നിൽക്കേണ്ട, നേരെ ബുക്കിന്റെ മുകളിൽ മറക്കുക. എന്തിനാണ് അതിന്റെ ജുസ് മറക്കണം എന്ന് പറഞ്ഞത്? ലിയതഹഖഖ ബിഹി, ആ സത്രം കൊണ്ട് ഉറപ്പാകാൻ വേണ്ടിയിട്ട്. എന്തുറപ്പാവണം? ഔറത്ത് മറച്ചിട്ടുണ്ട്, എന്തുറപ്പാവണം? സത്രുൽ ഔറത്ത്, ഔറത്ത് മറച്ചു എന്ന് ഉറപ്പാവാൻ വേണ്ടിയിട്ടാണ് ആ ജുസ് എങ്കിലും മറക്കണം എന്ന് പറഞ്ഞത്. സത്രുഹറത്തിൻ, സ്വതന്ത്ര സ്ത്രീ, ഇപ്പൊ നമ്മളെ നാട്ടിലേക്കുള്ള ഇപ്പോഴത്തെ സ്ത്രീ അതാ ഉദ്ദേശിക്കുന്നത്. വലോ സഗീറത്തൻ, ആ സ്വതന്ത്ര സ്ത്രീ സഗീറായ ചെറിയ കുട്ടിയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ അടിമക്കുട്ടിയാണെങ്കിലും ശരി. ഗൈറ വജ്ഹിം വ കഫൈനി, മുഖവും 2 കഫും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കണം. അതായത് ലഹരിഹിമ വ ബത്തിനിഹിമ, ആ മുൻകൈന്റെ മുഖത്തിന് എന്ന് പറഞ്ഞാല് മുൻകൈന്റെ പുറവും അകവും 2ഉം ഒഴിച്ച് ആണ്. ഇതിൽ കൂഅൈനി, തണ്ടം കൈ വരെ, അത് ലഹറും ഉള്ളും പുറവും എന്താണ് ഒഴിച്ച് ബാക്കിയുള്ള മറക്കണം. എന്തുകൊണ്ടാണ് മറക്കേണ്ടത്? ബിമാല യസ്ഫുലൂനൻ, ശരീരത്തിന്റെ നിറം ഇങ്ങോട്ട് പറഞ്ഞുതരൂല, അങ്ങനത്തെ വസ്ത്രമാണ് നടക്കുന്നത്. ഇതിപ്പോഴത്തെ വസ്ത്രങ്ങൾ ചെറുത് ധരിച്ചാല് നമ്മുടെ ശരീരത്തിന്റെ വടുവും അതിന്റെ നീളവും വണ്ണവും ലൗനും ഇങ്ങോട്ട് തിരിയും, അത് പാടില്ല. അപ്പോ ഈ ലൗന്, നിറം വ്യക്തമാവാത്ത ഒന്നുകൊണ്ട്, നിറത്തിന്റെ വിശേഷണം പറഞ്ഞു തരാത്ത ഒന്നായിരിക്കണം എന്നാണ് ആ പദത്തിന്റെ പ്രയോഗത്തിന്റെ ശൈലി. അതിൽ ലോനുൽ ബശറത്ത്, ശരീരത്തിന്റെ നിറം നടത്തും. എപ്പോഴാണ് അത് തിരിയ? ഫീ മജ്ലിസ് തഹാതുബി, നമ്മൾ ഒരാളുമായിട്ട് ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ നേരെ നിന്നാൽ നമുക്ക് തിരിയും, ഓരോ ശരീരത്തിന് ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അത് പറ്റൂല. കഥ ഇപ്രകാരം മറക്കണം എന്നത് ലബത്തഹു, ഇതിനെ ലബത്ത് ചെയ്തു, അതായത് അതിനൊന്ന് അടിവര ഇട്ടിട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനൊന്ന് മുഹാസിലാക്കിയിട്ട് പറഞ്ഞു തന്നു, അതിനെ ക്ലിപ്തമാക്കി തന്നു. ബിദാലിക്ക, ഈ അഭിപ്രായം കൊണ്ട് അഹ്മദ് മൂസബിന് അജീലിൻ എന്നവരും. പക്ഷെ വയക്കഫി മതിയാകും മാ യഹ്കി ലി ഹജ്മിൽ അഅളായി,
അംഗത്തിന്റെ വണ്ണത്തിനെ മറക്കണമെന്ന് മതിയാവും. അംഗത്തിന്റെ വണ്ണണ്ടല്ല, വണ്ണം തിരിയാതിരുന്നാലും ഏതാണ് സത്രുണ്ടായി മറ ഉണ്ടായി എന്ന് പറയാം. പക്ഷെ ലാക്കിനോ ഖിലാഫുല അത് പോരട്ടോ, ഏതെന്നെ വേണം, മുഴുവനും തന്നെ വേണം. അങ്ങനെ ഒരു അഭിപ്രായം മതിയാവുന്ന വന്നിട്ടുണ്ടെങ്കിലും അതല്ല, മുഴുവനും ആ തടി എന്നുള്ളതല്ല, ലോന് ഒട്ടും അറിയാൻ പാടില്ല, അങ്ങനെ തന്നെ മറക്കണം. അത് എവിടെ നിന്നാണ് മറക്കേണ്ടത്? വയജിബു സത്രുമിൻ ആല, മുകൾ ഭാഗത്തു നിന്നാണ് മറക്കേണ്ടത്, അടിയെന്നല്ല. അടിയിന്ന് അല്ല മറക്കേണ്ടത്, മുകൾ ഭാഗത്തു നിന്നാണ് മറക്കേണ്ടത്. വൽ ജവാനിബി, പിന്നെ ഭാഗങ്ങളിൽ നിന്നും മുകളിൽ നിന്നും പിന്നെ സൈഡുകളിൽ നിന്നുമാണ്. പിന്നെ എവിടുന്നല്ല, ലാമിനൽ അസ്ഫലി, താഴ്ഭാഗത്തു നിന്നല്ല. ഇങ്ങനെ മറക്കണം എന്ന് പറഞ്ഞതിന്റെ നിബന്ധന എപ്പോഴാണ്? ഇൻഖദുറ, മറക്കാൻ കഴിവായാല്. ഐ കുല്ലുമിന റജുലി വൽ ഹുറത്തി വലാമത്തി, അടിമക്കും സ്വതന്ത്രിക്കും പാണിനും ഇങ്ങനെ മറക്കാൻ കഴിവായാല് അലഹിയ സത്തുറിന്റെ മേല്. അപ്പൊ ഒരാൾക്ക് കഴിവാകാതെ വന്നു, ഒന്നുകിൽ വസ്ത്രമല്ല, അല്ലെങ്കിൽ വസ്ത്രം ഉണ്ടതിന് നജസാണ്, അത് കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യവുമില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? നെക്ടനായിട്ട് നിസ്കരിക്കണം, ഒരു കുഴപ്പമില്ല. പിന്നെ നിസ്കാരം മടക്കണോ? മടക്കും വേണ്ട, അതാ ഞാൻ പറഞ്ഞു. അലഹിയ സത്തുറിന്റെ മേല്. അമ്മൽ ആജിസു അശക്തനായ ഒരാള്, അമ്മ യസ്തുറുൽ ഔറത്ത്, ഔറത്ത് മറക്കുന്ന തൊട്ട് അശക്തനായ ഒരാള്. അപ്പൊ പല കോലത്തിലും വരും. ഒന്നുകിൽ അവന് സാമ്പത്തിക ശേഷിയില്ല, അതല്ലെങ്കിൽ ഔറത്ത് മറക്കാൻ പറ്റുന്ന തുണികൾ കിട്ടാത്തൊരു സ്ഥലത്തായി പോയി, അല്ലെങ്കിൽ അവൻ ജയിലിലായി പോയി, മറക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിലാണെന്നുണ്ട്, ഒരു ചെറിയ തുണി മുണ്ടേ കൊടുക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ വൈസല്ലി വുജൂബൻ, അപ്പൊ ആള് വുജൂബായിട്ട് നിസ്കരിക്കണം. ആര്യൻ നഗ്നനായിട്ട്, ബിലായി ആദത്തിൻ, മടക്കൽ കൂടാതെ. വലവുമായ ബുജൂദി സാത്തിനും മുത്തനജിസിൻ, മുത്തനജിസായ ഒരു മറ അവന്റെ അടുക്കൽ ഉണ്ടായതോട് കൂടെയാണെങ്കിൽ ശരി. പക്ഷെ തഅദറ വസ്ലുഹു, അതിനെ കഴുകാൻ അവന് ബുദ്ധിമുട്ടായിട്ടുമുണ്ട്. ലാമൻ അംകനഹു തത്ഹീറു, പക്ഷെ അതിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളാണെങ്കിൽ അതെന്താക്കണം, ശുദ്ധീകരിച്ചിട്ട് വേണം അവന് നിസ്കരിക്കാനും. അതില്ലാത്തവന് കുഴപ്പവുമില്ല. അതിന് ഖറജൽ വക്തു, അത് ശുദ്ധിയാക്കുമ്പോ സമയം കുറച്ചങ്ങോട്ട് പോകും, എന്നാലും ശരി ശുദ്ധിയാക്കിയിട്ട് പിന്നെ ഒരു കഴിവുണ്ടെങ്കിലും മറച്ചിട്ട് നിസ്കരിക്കൊണ്ടുള്ളൂ. ഇനി ഒരാൾക്ക് ഫുള്ള് മറക്കാനുള്ള, കുറച്ച് മറക്കാൻ പറ്റുന്ന വസ്ത്രമുണ്ടെങ്കിൽ അപ്പോഴോ, അപ്പൊ എന്നാ ബാധ കുറച്ച് മറച്ചാണ് കേശനം, എന്നാലും ഫുള്ള് ഒഴിവാക്കണ്ട. വലോ കതറല സാത്രി ബാധല്ല ഔറത്തെ, ഔറത്തിൽ നിന്ന് കുറച്ച് മറക്കാൻ ഒരാൾക്ക് കഴിവായാൽ ലസിമുഹു സതുറു ബിമാ വജദ, അവന്റെ അടുക്കൽ എത്തിക്കപ്പെട്ട ഒന്നുകൊണ്ട് മറക്കൽ അവന് നിർബന്ധമാണ്. അപ്പൊ പിന്നെ ഏതാണ് ആദ്യം മറക്കേണ്ടത്? കദ്ദമ സൗഹത്തേന്, രണ്ടാ സഞ്ചിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അതും വടിയൊക്കെ ഉണ്ടല്ലോ, അളവ് പോലൊക്കെ ഇല്ലേ, അതിനെ ആദ്യം മറക്കാം, ബാക്കിയുള്ള പിന്നെ മറക്കാം. അതായത് ഫൽ കുബുരു വദ്ദുബുറൂൻ, ആദ്യം മൂന്തുവാരം പിന്നെ പിന്തുവാരം, ഇങ്ങനെ ഓരോന്നിനെ മടച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. വലാ യുസല്ലി ആര്യൻ വജൂദി, അരിഞ്ഞ ഒരാൾക്ക് പട്ടിന്റെ വസ്ത്രമുണ്ട്, പട്ട് ധരിക്കുന്ന പുരുഷനെ ഹറാമല്ലേ, അപ്പൊ അതുള്ളതിനോട് കൂടെ അതേ ഉള്ളൂ, വേറെ വസ്ത്രങ്ങളില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അത് ധരിച്ചിട്ടാണെങ്കിലും നിസ്കരിക്കണം, അവിടെ ഹറാം ഇപ്പൊ നോക്കണ്ട. വലാ യുസല്ലി ആര്യൻ, നഗ്നനായിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഉമ്മായ വജൂദി ഹരീൻ, പട്ടുള്ളതിനോട് കൂടെ. പക്ഷെങ്കിൽ ബൽ ലാ യതനാലുഹു, അപ്പോ പിന്നെ പട്ടാണുള്ളത് എങ്കിൽ ആ പട്ടിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. വുജൂദി ഹരീറിൻ, പട്ട് ഉള്ളതിനോട് കൂടെ നെക്ടനായിട്ട് നിസ്കരിക്കരുത്. ബൽ, പിന്നെ എന്ത് വേണം? ലാബിസലഹു, ആ പട്ടിനെ ധരിച്ചവനായിട്ട് നിസ്കരിക്കണം. എന്താ പട്ടിനെ അപ്പൊ ധരിക്കാൻ പറ്റുന്നില്ല? അന്നഹു, കാര്യം യുബാഹു, ആ പട്ട് ധരിക്കൽ ഹലാനാൻ എല്ലാ ഹാജത്തെ ആവശ്യമുണ്ട്, ഇവിടെ വേറൊന്നും കിട്ടാല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ സ്പർശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, അനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.